നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തതിന് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയെന്ന മുംബൈ സ്വദേശിനിയുടെ പരാതിയിൽ 2 പേർ അറസ്റ്റിൽ. പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ നടപടി മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ASI സാജു പൗലോസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവർക്കെതിരെ. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി. ഇത്തരം മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് കണ്ടതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും ജോർജ് കുര്യൻ. തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം തുടങ്ങി. PM ശ്രീ സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന 85 വിദ്യാലയങ്ങളിൽ തൊടുപുഴയിലേത് കേരളത്തിന് അനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയം. സ്കൂളിന്റെ പ്രവർത്തനോദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ജില്ലയിൽ ഒരു വൻകിട വികസനവും നടപ്പാക്കാൻ കഴിയാത്ത LDF സർക്കാർ സത്രം എയർ സ്ട്രിപ്പ് പദ്ധതി ആസൂത്രിതമായി ഇല്ലാതാക്കുന്നതിന്റെ തെളിവുകൾ പുറത്തുവരുന്നതായി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ഇതിനുവേണ്ടി യാതൊരു പഠനവും നടത്താതെ 2017 സെപ്റ്റംബർ 17 വള്ളക്കടവ് റിസർവിന്റെ കരട് വിജ്ഞാപനം ഇറക്കി. ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിച്ച് മലയോര ജനതയെ വഞ്ചിക്കുന്ന LDF സർക്കാരിന്റെ നീക്കം വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതായും ബിജോ മാണി. വിശദമായ വാർത്തകൾ. ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തതിന് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയെന്ന മുംബൈ സ്വദേശിനിയുടെ പരാതിയിൽ 2 പേർ അറസ്റ്റിൽ. പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ASI സാജു പൗലോസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവർക്കെതിരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നടപടി. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് നേരിട്ട ദുരനുഭവം മുംബൈ സ്വദേശിനിയായ വിനോദസഞ്ചാരി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം ചർച്ചയായത്. മുംബൈ സ്വദേശി ജാൻവി എന്ന യുവതിയാണ് ഒക്ടോബർ 30 മൂന്നാർ സന്ദർശന വേളയിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തെത്തിയത്. എന്നാൽ മൂന്നാർ കവാടത്തിൽ വെച്ച് തന്നെ ജാൻവിയുടെ കാർ 5 പേരടങ്ങുന്ന സംഘം തടഞ്ഞ് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ടാക്സികൾക്ക് മൂന്നാറിൽ നിരോധനമുണ്ടെന്ന കോടതി ഉത്തരവുണ്ടെന്ന് കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് വിനോദസഞ്ചാരിയെ പുറത്തിറക്കിയത്. ഈ സമയം സഹായത്തിനായി വിളിച്ച പോലീസ് സ്ഥലത്തെത്തി നോക്കുകുത്തികളായെന്നും ടാക്സി യൂണിയനൊപ്പം നിലപാടെടുത്തെന്നുമാണ് ജാൻവിയുടെ പരാതി. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. So obviously, as any other sane person would do in such a situation, we called the police, thinking that they would help us. They came and they went straight to the union people. Not a single word to us. After a few minutes of chit-chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. Then when we called Kerala Tourism, the same thing was being told to us that you have to go with the union taxi. Everybody kept throwing the same sentence to us. സംഭവസ്ഥലത്തെത്തിയ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ASI സാജു പൗലോസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവരെ അന്വേഷണ വിധേയമായി ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. കൃത്യവിലോപത്തിനാണ് നടപടി. ടാക്സി ഡ്രൈവർമാരായ വിനായകൻ, വിജയകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തതായും ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതായും കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്നും പോലീസ് പറഞ്ഞു. എന്തെങ്കിലും പ്രാഥമിക വിവരം കിട്ടിയപ്പോൾ തന്നെ അവരുടെ ഒരു വീഴ്ച ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. അത് അന്വേഷണത്തിൽ എന്താണെന്നുള്ളതനുസരിച്ച് ബാക്കി നടപടി ഉണ്ടാവും. പിന്നെ മറ്റ് സഞ്ചാരികളെ സംബന്ധിച്ച് അവർക്ക്, അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരോടൊപ്പം പോലീസുണ്ട്. ഇപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കാരണം ഇത് ഇവിടെ ഒരു 4-5 മാസത്തിന് മുമ്പ് തന്നെ യൂബർ ടാക്സിക്കാരൻ നമ്മുടെ ഇവിടുത്തെ ടാക്സിക്കാരൻ തമ്മിൽ കേസുണ്ട്. ഹൈക്കോടതി ഒരു കേസ് പെൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ശ്രദ്ധയിൽ അത് വന്നില്ല. നമ്മുടെ ശ്രദ്ധ വന്നിയാണെങ്കിൽ അപ്പോഴും തന്നെ ഉചിതമായ നടപടി സ്വീകരിക്കുമായിരുന്നു. ഇന്നലെയാണ് സോഷ്യൽ മീഡിയ കണ്ടപ്പോഴാണ് അത് എൻ്റെ ശ്രദ്ധയിൽ വന്നത്. ഞാനത് മേൽ ഓഫീസറിനെ അറിയിക്കുകയും അത് ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം കിട്ടുകയും അതനുസരിച്ചുള്ള എല്ലാവിധ നടപടികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പ്രശ്നമായിട്ട് ഒരു സുരക്ഷിതത്വത്തിന്റെ കുറവെന്നുള്ളത് ഇല്ല. എല്ലാ രീതിയിലും പോലീസ് ശക്തമായ നടപടികൾ കൈക്കൊള്ളുകയാണ്. സംഭവത്തിന് ശേഷം യുവതി ടാക്സി ഡ്രൈവർമാരുടെ ഭീഷണിക്ക് വഴങ്ങി ടാക്സിയിൽ യാത്ര തുടർന്നുവെന്നും എന്നാൽ വഴിമധ്യേ വീണ്ടും ഭീഷണി ഉണ്ടായതോടെ യാത്ര മതിയാക്കി മടങ്ങുകയായിരുന്നുവെന്നും യുവതി പറയുന്നു. ഭീതിയായതിനാൽ ഇനി മൂന്നാറിലേക്ക് ഇല്ലെന്നും യുവതി തയ്യാറാക്കിയ വീഡിയോയിലുണ്ട്.
സംഭവം സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായതോടെയാണ് മൂന്നാർ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത്. മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് ജാൻവി. യുവതിയുടെ മൊഴിയെടുക്കാൻ മൂന്നാർ പോലീസ് ശ്രമം നടത്തുന്നുണ്ട്. മൂന്നാറിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സമാന സംഭവങ്ങളിൽ സന്ദർശകരുമായി എത്തിയ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് പ്രദേശവാസികളിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട്. മൂന്നാർ സൗന്ദര്യം ആസ്വദിക്കാൻ KSRTC ഡബിൾ ഡെക്കർ ബസ് നിരത്തിലിറക്കിയപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധവുമായി ടാക്സി ഡ്രൈവർമാരുടെ സംയുക്ത യൂണിയൻ രംഗത്തെത്തിയിരുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് കണ്ടതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതി പ്രകാരം 1,40,00,000 രൂപ വിനിയോഗിച്ച വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കറുകപ്പള്ളിയിലാണ് സദ്ഭാവന മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന വെള്ളിയാമറ്റം, ആലക്കോട്, കുടയത്തൂർ എന്നീ പഞ്ചായത്തുകളിലെ യുവജനങ്ങൾക്കും വയോജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്നതിന് ലക്ഷ്യമിട്ടാണ് സദ്ഭാവന മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. കലാകായിക രംഗവും സാംസ്കാരിക ഉന്നമനവും വളർത്തുന്നതിനുള്ള കർമ്മ പദ്ധതികളും സദ്ഭാവന മണ്ഡപത്തിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ വരും. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകുന്നത്. ഇത്തരം മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് കണ്ടതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ഇത് ന്യൂനപക്ഷങ്ങൾ 25% കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷേ പദ്ധതി എല്ലാവർക്കും വേണ്ടിയാണ്. ഇതിൻ്റെ കാരണം ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാൽ വികസനം കുറവാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അതിൽ നിശ്ചിത ശതമാനം അത് നമ്മുടെ ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ 15ാം ഫിനാൻസ് കമ്മീഷൻ ഇതിൽ 15% ന്യൂനപക്ഷങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ മുൻകൂട്ടി ചെലവാക്കുകയാണ്. അതായത് ആദ്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അത് നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP വിശിഷ്ട അതിഥിയായി. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം തുടങ്ങി. PMC സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന 85 വിദ്യാലയങ്ങളിൽ കേരളത്തിന് അനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത്. സ്കൂളിന്റെ പ്രവർത്തനോദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. താൽക്കാലികമായി വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് തിരഞ്ഞെടുത്ത തൊടുപുഴ ബോയ്സ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയാണ് ക്ലാസുകൾ ആരംഭിച്ചത്. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയുടെ, പ്രത്യേകിച്ച് തൊടുപുഴ മേഖലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റം എന്നതിലുപരി ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് ഗുണകരമാകുമെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. തൊടുപുഴ ഇത് അർഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ നാട് ഒരു കേന്ദ്രീയ വിദ്യാലയം അർഹിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്കറിയാം. കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും 3-4 കേന്ദ്രീയ വിദ്യാലയങ്ങൾ വെച്ചുണ്ട്. നമ്മുടെ ജില്ലയിൽ മാത്രമാണ് ആകെ ഒരെണ്ണം പ്രവർത്തിക്കുന്നത്, അത് പൈനാവിലാണ്. അപ്പോൾ ഞാൻ 2019 ആദ്യം വിജയിച്ചു വന്നതിന് ശേഷം ഇടുക്കി ജില്ലയിൽ രണ്ടാമതൊരു കേന്ദ്രീയ വിദ്യാലയത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ മനസ്സിലാക്കുകയും അപ്പോൾ അതിന് ഏറ്റവും പൊട്ടൻഷ്യലായ ഒരു പ്രദേശം എന്ന് പറയുന്നത് അത് തൊടുപുഴയാണ് എന്നുള്ളത് മറ്റ് യാതൊരു തരത്തിലുള്ള ആലോചനയില്ലാതെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. അപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ നടക്കുന്നത്, അതിൻ്റെ പ്രൊസീഡിങ്സ്, ഇതെല്ലാം അതിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് കേന്ദ്ര സർവീസ് ജീവനക്കാർ ഉൾപ്പെടെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാ അർത്ഥത്തിലും പിന്നീട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾ, അപ്പോൾ എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം NCERT സിലബസുമായി ബന്ധപ്പെട്ട CBSE സിലബസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെതായ തലത്തിൽ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനം അത് പൂർണ്ണതോതിൽ സജ്ജമാക്കാൻ അനുയോജ്യമായ പ്രദേശം എന്നുള്ള നിലയിൽ
തൊടുപുഴയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അന്ന് മുതൽക്കേ ആരംഭിച്ചതാണ്. യോഗത്തിൽ PJ ജോസഫ് MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ K. ദീപക്, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ ഡെപ്യൂട്ടി ഡയറക്ടർ സന്തോഷ് കുമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. നടപ്പ് അധ്യയന വർഷം 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലാണ് അധ്യയനം തുടങ്ങുന്നത്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ വീതം ആകെ 200 കുട്ടികൾക്ക് ഈ വർഷം പ്രവേശനം നൽകി. മുഴുവൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ നടപടികളും പൂർത്തിയായി. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നത് മ്രാലയിലുള്ള 8 ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമിയിലാണ്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ കെട്ടിടം 3 വർഷത്തിനുള്ളിൽ മ്രാലയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ ഒരു വൻകിട വികസനവും നടപ്പാക്കാൻ കഴിയാത്ത LDF സർക്കാർ സത്രം എയർ സ്ട്രിപ്പ് പദ്ധതിയെ ആസൂത്രിതമായി ഇല്ലാതാക്കുന്നതിന്റെ തെളിവുകൾ പുറത്തുവരുന്നതായി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ഇതിനുവേണ്ടിയാണ് യാതൊരു പഠനവും നടത്താതെ 2017 സെപ്റ്റംബർ 17 വള്ളക്കടവ് റിസർവിന്റെ കരട് വിജ്ഞാപനം ഇറക്കിയത്. ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിച്ച് മലയോര ജനതയെ വഞ്ചിക്കുന്ന LDF സർക്കാരിന്റെ നീക്കം വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതായും ബിജോ മാണി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 182-ലെ 262 ഏക്കർ ഭൂമിയാണ് റിസർവായി സർക്കാർ വിജ്ഞാപനം ചെയ്തത്. ഈ വിജ്ഞാപനം ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് ഈ വില്ലേജിലെ ഇതേ സർവേ നമ്പറിലെ ഭൂമിയിൽ സത്രം എയർ സ്ട്രിപ്പ് നിർമ്മാണത്തിന് സർക്കാർ ഭരണാനുമതി നൽകുന്നത്. 10 കോടി രൂപയുടെ 2ാം ഘട്ട വികസനത്തിനാണ് 2017 ജൂലൈ 3 അനുമതി നൽകിയത്. 2 മാസം കഴിഞ്ഞ് സെപ്റ്റംബർ 17 എയർ സ്ട്രിപ്പിന് അനുവദിച്ച സർവേ നമ്പറിലെ ഭൂമി ഉൾപ്പെടെ റിസർവ് വനമാക്കി മാറ്റാൻ സർക്കാർ വിജ്ഞാപനമിറക്കി. എയർ സ്ട്രിപ്പിന്റെയും ട്രെയിനിംഗ് സെന്ററിന്റെയും നിർമ്മാണം പൂർത്തിയാക്കാൻ 15 ഏക്കർ ഭൂമി കൂടി NCC ആവശ്യപ്പെട്ടുവെങ്കിലും റിസർവ് വനത്തിലാണെന്നതിന്റെ പേരിൽ ഭൂമി വിട്ടു നൽകുന്നതിന് വനംവകുപ്പ് തടസ്സം നിൽക്കുകയാണെന്നും ബിജോ മാണി പറഞ്ഞു. 2006 ഈ റിസർവ് നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ പീരുമേടിൻ്റെ MLA ആയിരുന്ന വ്യക്തി ഈ കൃഷിഭൂമി ഉൾപ്പെടെ റവന്യൂ ഭൂമി റിസർവ് ഫോറസ്റ്റായി നോട്ടിഫൈ ചെയ്ത കാര്യം അറിഞ്ഞിട്ടുണ്ടോ? നമുക്ക് സ്വാഭാവികമായി അറിയാനുള്ള താല്പര്യം ഉണ്ടാവുമല്ലോ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാൻ എന്ത് നടപടിയാണ് പീരുമേട് MLA സ്വീകരിച്ചതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അപ്പം പീരുമേടിലെ മുൻ MLA-യുടെയും ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കളുടെയും മൗന അനുവാദത്തോടെയാണ് നമ്മുടെ ജില്ലയിൽ കൃഷിഭൂമി ഉൾപ്പെടെ റവന്യൂ ഭൂമി ഈ റിസർവ് വനമായി നോട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 1 ഇഞ്ച് പോലും ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാതെ ജില്ലയിലെ റവന്യൂ ഭൂമിയെല്ലാം സംരക്ഷിത വനമാക്കി മാറ്റുന്നത് എലിയെ പേടിച്ച് ഇല്ലം ചൂടുന്നതിന് തുല്യമാണ്. കയ്യേറ്റ ലോബിക്ക് വേണ്ടി പാവപ്പെട്ട കുടിയേറ്റക്കാരെ ദ്രോഹിക്കുന്ന സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ജില്ലയിലെ ഇടതുപക്ഷ ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും മൗനാനുവാദമാണ് ഭൂമി റിസർവ് വനമാക്കി മാറ്റുന്നതിന് സർക്കാരിന് തുണയായതെന്നും ബിജോ മാണി പറഞ്ഞു. അതിനാൽ പുതിയ സംരക്ഷിത വനങ്ങളുടെ കരട് വിജ്ഞാപനങ്ങൾ റദ്ദു ചെയ്ത ഈ ഭൂമി റവന്യൂ ഭൂമിയായി നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ എന്നിവരും പങ്കെടുത്തു. മറയൂർ ചിന്നാർ റോഡിൽ ഇറങ്ങിയ ഒറ്റയാൻ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. ഇതോടെ KSRTC ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ഉൾപ്പെടെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മറയൂർ ചിന്നാർ റോഡിൽ ആളാംപെട്ടി ജില്ലിമലയിലാണ് അർദ്ധരാത്രിയിൽ ഒറ്റയാൻ നടുറോഡിൽ നിലയുറപ്പിച്ചത്. അർദ്ധരാത്രി 2 മണി മുതൽ റോഡിൽ നിലയുറപ്പിച്ച ഒറ്റയാൻ പുലർച്ചെയാണ് റോഡിന്റെ വശത്തേക്ക് മാറിയത്. ഒറ്റയാൻ നടുറോഡിൽ നിലയുറപ്പിച്ചതോടെ വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. KSRTC ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി. വണ്ടി ഇറങ്ങാൻ പോലെ ഇറങ്ങും. അതാണ് ഇല്ല കോളേജിനോ ഇറങ്ങാനുള്ള സൗകര്യം. പ്രധാന പാതയിൽ മണിക്കൂറുകളോളം ഒറ്റയാൻ നിലയുറപ്പിച്ചിട്ടും ആനയെ തുരത്താൻ വനപാലകർ എത്തിയില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണമെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസങ്ങളിൽ പകലും രാത്രിയിലുമായി കാട്ടാനകൾ ഈ റോഡിന്റെ വശങ്ങളിൽ ഇറങ്ങാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. കുമളിയിൽ കോൺഗ്രസ് LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത്. LDF വികസന വിളംബര ജാഥയുടെ സമാപനം വൈകുന്നേരം കുമളിയിൽ സംഘടിപ്പിച്ചിരുന്നു. ഹോളിഡേ ഹോം പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ ബസ് സ്റ്റാൻഡിന് സമീപം സമ്മേളന വേദിയിലേക്ക് വരികയായിരുന്നു. അതേസമയം കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ അവകാശ പ്രഖ്യാപന കൺവെൻഷൻ ഹോളിഡേ ഹോമിൽ വൈകുന്നേരം 7 മണിക്ക് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായി
ഫെഡറൽ ബാങ്ക് പരിസരത്ത് നിന്ന് സമ്മേളന നഗരിയായ ഹോളിഡേ ഹോമിലേക്ക് ജാഥയും സംഘടിപ്പിച്ചിരുന്നു. LDF ജാഥ കടന്നുപോയതിനു ശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ജാഥ കടന്നുപോകാൻ പോലീസ് അനുവദിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ മുദ്രാവാക്യം ഉയർന്നതിനെ തുടർന്നാണ് LDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചെറിയ തോതിൽ കല്ലേറുണ്ടായതെന്നാണ് വിവരം. തുടർന്ന് പോലീസ് ഇടപെട്ട ഇരു വിഭാഗങ്ങളെയും ശാന്തരാക്കി. SI രാജേഷ് കുമാറിനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ രാജ്കുമാറിനുമാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസിന്റെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് സംയമനം ഉണ്ടായതിനെ തുടർന്ന് വൻ സംഘർഷം ഒഴിവായി. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് ദേവികുളം സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയുള്ള ഭാഗത്തെ വഴിയോര കടകൾ നീക്കി. 30ഓളം കടകളാണ് ദേശീയപാതയോരത്ത് നിന്നും നീക്കിയത്. അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സാഹചര്യത്തിലാണ് സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെ അപകട മേഖലയിൽ സ്ഥാപിച്ചിരുന്ന വഴിയോര കടകൾ നീക്കാൻ നടപടി സ്വീകരിച്ചത്. 2 ദിവസങ്ങളിലായാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് ദേവികുളം സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയുള്ള ഭാഗത്തെ വഴിയോര കടകൾ നീക്കിയത്. ഒഴിപ്പിക്കലിന്റെ ആദ്യ ദിവസം നടപടിക്കെതിരെ ചില പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശാനുസരണം സ്പെഷ്യൽ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. 30ഓളം കടകളാണ് ദേശീയപാതയോരത്തു നിന്നും നീക്കിയത്. അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സാഹചര്യത്തിലാണ് സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെ അപകട മേഖലയിൽ സ്ഥാപിച്ചിരുന്ന വഴിയോര കടകൾ നീക്കാൻ നടപടി സ്വീകരിച്ചത്. കടകൾ നീക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇടപെട്ടതിനാൽ പ്രശ്നം രൂക്ഷമായില്ല. തുടർന്ന് സ്ഥലത്തെത്തിയ സബ് കളക്ടർ പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് എല്ലാവർക്കും ഒഴിഞ്ഞുപോകാൻ 1 ദിവസത്തെ സമയം നൽകി. ഇതിന് പ്രകാരം കടയുടമകൾ തന്നെ വഴിയോര വിൽപ്പനശാലകൾ നീക്കുകയായിരുന്നു. നാളുകൾക്ക് മുമ്പ് പള്ളിവാസൽ മുതൽ മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വഴിയോര കടകൾ പൊളിച്ചു നീക്കിയിരുന്നു. വീണ്ടും വിവിധയിടങ്ങളിൽ വഴിയോര വിൽപ്പനശാലകൾ രൂപം കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെയാണ് സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത സിഗ്നൽ പോയിന്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വരെയുള്ള ഭാഗത്തെ കടകൾക്ക് മേൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലാ പോലീസ് മീറ്റിൽ ഇടുക്കി സബ് ഡിവിഷൻ ചാമ്പ്യന്മാർ. DHQ ഇടുക്കി 2ാം സ്ഥാനം കരസ്ഥമാക്കി. നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാ പോലീസ് മീറ്റിൽ ആവേശത്തോടെയാണ് വിവിധ പോലീസ് സബ് ഡിവിഷനുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തത്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഈ ദീപശിഖ ഏറ്റുവാങ്ങുന്നതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഈ അത്ലറ്റിക് മീറ്റിന്റെ ദീപശിഖ ഏറ്റുവാങ്ങി. മീറ്റിന്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഫോട്ടോ ഫിനിഷ് എന്ന പോലെ ആവേശകരമായിരുന്നു. 1 പോയിന്റ് വ്യത്യാസത്തിലാണ് ഇടുക്കി സബ് ഡിവിഷൻ ഓവറോൾ കരസ്ഥമാക്കിയത്. ഇടുക്കി സബ് ഡിവിഷൻ 188 പോയിന്റ് നേടിയപ്പോൾ DHQ 187 പോയിന്റ് നേടി. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരിൽ 113 പോയിന്റോടെ ബെന്നി കെ മാമനും സ്ത്രീകളിൽ 212 പോയിന്റോടെ ശ്രീദേവി VSും 45 വയസ്സിൽ താഴെയുള്ള കാറ്റഗറിയിൽ 139 പോയിന്റോടെ അമൽ സോമനും 228 പോയിന്റോടെ രഞ്ജിനി VR ചാമ്പ്യന്മാരായി. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS നിർവഹിച്ചു. നമുക്ക് മുമ്പിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിലും നമ്മുടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് ഒരു മോഡലാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക്. നമ്മുടെ ജനമൈത്രി സിസ്റ്റം മറ്റ് സ്റ്റേറ്റിൽ കടം വാങ്ങിക്കുന്ന സംവിധാനമാണ്. അത്രയും ഉയർന്നു നിൽക്കുന്ന നമ്മൾക്ക് വളരെയധികം സ്ട്രെസ്സും സ്ട്രെയിനും നമ്മുടെ ഓരോ സേനാംഗങ്ങൾക്കും ഉണ്ട്. ആ സ്ട്രെസ് സ്ട്രെയിൻ നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിലാണെങ്കിലും ലോ ആൻഡ് ഓർഡറിലാണെങ്കിലും മറ്റു ഡ്യൂട്ടിയിലാണെങ്കിലും ചെയ്യുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള സ്പോർട്സ് ഐറ്റംസ് നമ്മൾ ആരംഭിച്ചതും കഴിഞ്ഞ 1-2 മാസമായിട്ട് തുറന്നു വന്ന് ഇന്നൊരു ഫൈനൽ കൺക്ലൂഷൻ എത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകനും കവിയുമായ ആന്റണി മുനിയറിയെ യോഗത്തിൽ ആദരിച്ചു. അത്ലറ്റിക് ഇനങ്ങൾക്കൊപ്പം ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ തുടങ്ങിയ ഗെയിംസ് ഇനങ്ങളിലും മത്സരം നടന്നു. സംസ്ഥാനത്ത് UDF അധികാരത്തിലെത്തിയാൽ നിർമ്മിതികൾക്ക് പിഴ ഈടാക്കാതെ ക്രമവൽക്കരിച്ച് നൽകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ തൂക്കുപാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ നിലവിലുള്ള ഭൂപ്രശ്നങ്ങൾക്ക് കാരണം LDF സർക്കാരിന്റെ പല ഉത്തരവുകളാണ്. കർഷക പ്രേമം നടിച്ച് അധികാരത്തിലെത്തിയവർ കർഷക ദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച 18,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് കടലാസിൽ തന്നെയാണ്. ഒരു വാഗ്ദാനങ്ങളും പാലിക്കാതെ അധികാരം ഒഴിയുന്നതിന് മുമ്പ് തങ്ങളുടെ തെറ്റുകൾ മൂടിവെക്കാൻ ചെപ്പടി വിദ്യകളും വാഗ്ദാനങ്ങളും ഈ സർക്കാർ നൽകുകയാണ്. പ്രളയത്തെ തുടർന്ന് ലഭിച്ച ദുരിതാശ്വാസ നിധി പാർട്ടി നേതാക്കളുടെ കുടുംബത്തെ സഹായിക്കാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകനും മകൾക്കുമെതിരെയുള്ള കേസുകൾ ഇല്ലാതെയാക്കാൻ BJPയുമായി സഖ്യം ചേർന്നിരിക്കുകയാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു.
4 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ തെറ്റുകൾ എണ്ണി പറഞ്ഞാൽ നിരവധിയുണ്ട്. ഏറ്റവും അവസാനം ആ തെറ്റുകളെല്ലാം മൂടിവെക്കാൻ അവരെ ചില ചെപ്പഴി വിദ്യകളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ, അസംബ്ലിയിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ അതൊന്നും തന്നെ നടപ്പിലാക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇടുക്കിയെ സംബന്ധിച്ച് അവര് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ബഡ്ജറ്റുകളിൽ, പിണറായി സർക്കാരിന്റെ ബഡ്ജറ്റുകളിൽ അവർ നിർദ്ദേശങ്ങൾ വെച്ചു. ഇടുക്കി വികസന പാക്കേജിൽ എന്ന നിലയിൽ 18,000 കോടി രൂപയാണ് അവര് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ ആ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് നടപ്പിലാക്കി കൊടുത്തിട്ടില്ല. ഇപ്പോഴും അത് കേവലം പ്രഖ്യാപനങ്ങളായിട്ട് നിൽക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ അധ്യക്ഷനായിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ, നേതാക്കളായ EM അഗസ്തി, ഇബ്രാഹിംകുട്ടി കലാർ, S അശോകൻ, നിഷ സോമൻ, ജോയി തോമസ്, ജോയി വെട്ടിക്കുഴി, തോമസ് രാജൻ, MN ഗോപി, സേനാപതി വേണു, G മുരളീധരൻ, ബിജോ മാണി, മുകേഷ് മോഹൻ, MP ജോസ്, ബെന്നി തുണ്ടത്തിൽ, ജോസ് മുത്തനാട്ട തുടങ്ങിയവർ സംസാരിച്ചു. കുമളിയിൽ LDF മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വികസന വിളംബര കാൽനട പ്രചരണ ജാഥകൾ സമാപിച്ചു. നവംബർ 1-2 ദിവസങ്ങളിലായി നടന്ന ജാഥകളാണ് സമാപിച്ചത്. സമാപന സമ്മേളനം പീരുമേട് മുൻ MLA ES ബിജുമോൾ ഉദ്ഘാടനം ചെയ്തു. കുമളി പഞ്ചായത്തിനെ 3 മേഖലകളായി തിരിച്ചായിരുന്നു ജാഥകൾ സംഘടിപ്പിച്ചിരുന്നത്. കുമളി, അമരാവതി, തേക്കടി മേഖലകൾ തിരിച്ചുള്ള ജാഥകൾ നവംബർ 1-2 തീയതികളിൽ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളും ചുറ്റി പര്യടനം നടത്തി. ഇടതു സർക്കാരിന്റെയും കുമളി ഗ്രാമപഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ജാഥയുടെ ലക്ഷ്യം. വളരണം കുമളി, തുടരണം LDF എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജാഥകൾ സംഘടിപ്പിച്ചിരുന്നത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ബിനീഷ് ദേവ്, KS ഷാജി, P രാജൻ എന്നിവരായിരുന്നു ജാഥ ക്യാപ്റ്റന്മാർ. ജാഥകളുടെ സമാപന സമ്മേളനം പീരുമേട് മുൻ MLA ES ബിജുമോൾ ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സർക്കാരാണ് ഇതെന്ന് ബിജുമോൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞിട്ടുള്ളതാണ്. ആ വാഗ്ദാനം പാലിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം. 31.34 ലക്ഷം സ്ത്രീകൾക്ക് 3800 കോടി രൂപ, ഈ പറഞ്ഞ 31.34 ലക്ഷം സ്ത്രീകൾക്ക് ഗുണം കിട്ടത്തക്ക വിധത്തിൽ പദ്ധതി പ്രഖ്യാപിച്ചു. 1000 രൂപ പെൻഷൻ. ആരും ഇതുവരെയും പരിഗണിക്കാതിരുന്ന, ഏറ്റവും അവഗണിക്കപ്പെട്ട, ഏറ്റവും മാറ്റി നിർത്തപ്പെട്ട, ഒരു ജോലിയും ചെയ്യുന്നില്ല, എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ഒരു ജോലിയും ഇല്ല, അമ്മ വീട്ടിലിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്ന, ആരും പരിഗണിക്കാതെ പോയ ഒരു വിഭാഗം ആളുകളെ പരിഗണിച്ചതിന്റെ, വാഗ്ദാനം പൂർത്തിയാക്കിയതിന്റെ ഏറ്റവും പ്രകടമായ അവസാന തെളിവായി നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ് 31-ാം തീയതി നടന്ന മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം. അത്ര ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ പാലിക്കുകയാണ്. സമാപന സമ്മേളനത്തിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ, CPI മണ്ഡലം സെക്രട്ടറി VK ബാബുക്കുട്ടി, നേതാക്കളായ R ദിനേശൻ, PJ ടൈറ്റസ്, KM സിദ്ദിഖ്, സജീവ് വെമ്പള്ളിയിൽ, ഷാജി ജോസഫ് കണ്ടത്തിൻകര, MD മത്തായി, KS ബിജു, സൺസി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കൺവെൻഷൻ നടന്നു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം പോലും കട്ടെടുത്ത കൊടും ക്രിമിനലുകൾ ആയ കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് പിണറായി വിജയന്റെ പോലീസ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഗവൺമെന്റാണ്. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം പോലും കട്ടെടുത്ത കൊടും ക്രിമിനലുകളായ കള്ളന്മാരെ സംരക്ഷിക്കുന്ന പണിയാണ് പിണറായി വിജയന്റെ പോലീസ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സമരം ചെയ്ത ഷാഫി പറമ്പിൽ MPയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പോലീസ് 3 ദിവസങ്ങൾക്ക് ശേഷം ഷാഫി പറമ്പിൽ ഗ്രനേഡ് എറിഞ്ഞു എന്ന് പറഞ്ഞ് കള്ളക്കേസുണ്ടാക്കി കോടതി പ്രഖ്യാപിച്ചു. ആ കേസ് നിലനിൽക്കുന്നതല്ല. അതിലെ തെളിവുകൾ പരിശോധിച്ചാൽ അത് കള്ളക്കേസാണ് എന്ന് ആർക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞു. പിണറായി വിജയന്റെ മകനെതിരെ, മകൾക്കെതിരെ അഴിമതി ആരോപണത്തിന്, കള്ളപ്പണം ഉണ്ടാക്കിയതിന് കേസെടുത്തിരിക്കുകയാണ്. പക്ഷേ ആ കേസിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുന്നതിനു വേണ്ടി KPCC ആവിഷ്കരിച്ചിരിക്കുന്ന വിഷൻ 2025 പദ്ധതിയുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്.
കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S അശോകൻ, അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടികല്ലാർ, നിഷ സോമൻ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, നേതാക്കളായ തോമസ് രാജൻ, അഡ്വക്കേറ്റ് MN ഗോപി, ജോർജ് ജോസഫ് പടവൻ, അഡ്വക്കേറ്റ് KJ ബിന്നി, ജോണി കുളമ്പള്ളി, തോമസ് മൈക്കിൾ, ബീന ടോമി തുടങ്ങിയവർ പങ്കെടുത്തു. കുമളിയിൽ കോൺഗ്രസ് അവകാശ പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. ഭൂപ്രശ്നങ്ങൾക്കും തോട്ടം മേഖലയിലെ പ്രതിസന്ധികൾക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പട്ടയഭൂമിയിൽ വീടും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താമെന്ന ഒറ്റ ഭേദഗതിയാണ് വേണ്ടതെന്നും ക്രമവൽക്കരണത്തിന്റെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭേദഗതിയാണ് ഇടതു സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. കുമളി ഹോളിഡേ ഹോമിൽ ചേർന്ന കൺവെൻഷൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇടതു സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ഇടുക്കിക്ക് വേണ്ടി 18,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് 100 കോടി പോലും അനുവദിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സജീവമായിട്ട് രംഗത്തിറങ്ങുക. അതിന് ഒരുപാട് ന്യായങ്ങളുണ്ട്. അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം. പീരുമേടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ചെറിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട നിയോജകമണ്ഡലങ്ങൾ തിരികെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയും ഐക്യത്തിന്റെ ആവശ്യകത ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പിണറായി സർക്കാർ ജനദ്രോഹങ്ങളുടെ നീണ്ട 4.5 വർഷക്കാലം പിന്നിട്ട് ജനങ്ങൾ അവരെ വെറുക്കുന്നു എന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പുകളിൽ ഇതിനോടകം നടന്ന ബൈ-ഇലക്ഷനുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ, നിലമ്പൂർ ഉൾപ്പെടെ, പുതുപ്പള്ളി ഉൾപ്പെടെ, വീട്ടിൽ മരിച്ച തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ, തൃക്കാക്കര ഉൾപ്പെടെ അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടും. പാർലമെന്റ് ഇലക്ഷനിൽ അവർ പരാജയപ്പെട്ടു. ഈ പരാജയം മനസ്സിലാക്കി അവരെന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സമയങ്ങളിൽ, മാസങ്ങളിൽ പിണറായി വിജയൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് CP മാത്യു, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ്, KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടികല്ലാർ, മുൻ MLA ജോസഫ് വാഴക്കൻ, AK മണി, S അശോകൻ, ജോസി സെബാസ്റ്റ്യൻ, നിഷ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫെഡറൽ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഓഫീസായ രാജീവ് ഭവന്റെ ഉദ്ഘാടനവും KPCC പ്രസിഡന്റ് നിർവഹിച്ചു. ഉപ്പുതറ CHSEയിലെ ഫാർമസിയുടെ പ്രവർത്തന ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഗ്രാന്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന OP ബ്ലോക്ക്, ഹെൽത്ത് കൗണ്ടർ, വാർഡ് നവീകരണം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്സ് ബാർ, പുതിയ ബ്ലോക്കിലേക്ക് മാറിയുള്ള ഫാർമസിയുടെ പ്രവർത്തനം, ഗ്രേ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത്. ഇതോടൊപ്പം ആശുപത്രിയിൽ കിടത്തി ചികിത്സയും പുനരാരംഭിച്ചു. 7ഓളം ഡോക്ടർമാരാണ് ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്നത്. 3 കോടി രൂപയോളം ചിലവഴിച്ചാണ് ആശുപത്രിയുടെ നവീകരണം സാധ്യമാക്കുന്നതെന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ പറഞ്ഞു. പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടൊരു കാലഘട്ടം കൂടിയായിരുന്നു. ഒരു സാങ്കേതിക പ്രശ്നത്തിന്റെ ഭാഗമായി വലിയ ആക്ഷേപം കേൾക്കുന്നതിനിടയായിട്ടുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി അല്ലാത്ത പ്രശ്നത്തിന് വളരെയേറെ മോശം അഭിപ്രായത്തിന് വിധേയമാകപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നീട് ഗവൺമെന്റ് ഒരാഴ്ചക്കകം ആ ഉത്തരവിനെ മരവിപ്പിക്കുകയും ബ്ലോക്ക് തല ഹെൽത്ത് CHSE എന്ന പദവി ഇവിടെ തന്നെ നിലനിർത്തുകയും ചെയ്തു. ഏതാണ്ട് ഒരാഴ്ചക്കാലം HCയും HS അടക്കം ട്രാൻസ്ഫറായി പോയിട്ട് പകര നിയമനം നടക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഗ്യാപ്പ് മാത്രമാണ് ആ രംഗത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായി കഴിവുകേടിന്റെ ഭാഗമായാണ് ഉപ്പുതറ CHSEയുടെ പദവി നഷ്ടപ്പെട്ടു എന്ന പ്രചരണത്തിനും അടിസ്ഥാനരഹിതമായ പ്രചരണത്തിനും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കേൾക്കേണ്ട ഒരു സ്ഥിതിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കെട്ടിടം പൂർത്തീകരിച്ചിട്ട് അതിനാവശ്യമായ വയറിങ്ങും പ്ലംബിങ്ങും അതോടൊപ്പം തന്നെ ലാബിന് ആവശ്യമായ സ്ലാബ് അടക്കം നിർമ്മിച്ച് പൂർത്തീകരിക്കുന്നതിന് ആ ഫണ്ടിൻ്റെ ബാക്കി തുക വെച്ച് ചെയ്തു തീർക്കുന്നതിന് കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രോജക്റ്റ് വഴി പണം വെച്ച് അതിൻ്റെ ബെയറിംഗ് അടക്കമുള്ള
പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. പരിപാടിയിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ടി മനോജ്, ജോസ് കറിയ, ലാലച്ചൻ വെള്ളക്കട, ഹെൽത്ത് സൂപ്പർവൈസർ കെ ടി ആന്റണി, കട്ടപ്പന BDO സുനിൽ സെബാസ്റ്റ്യൻ, മെഡിക്കൽ ഓഫീസർ മിനി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭ കൗൺസിൽ യോഗം നടന്നു. ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിലുള്ള അവസാനത്തെ കൗൺസിൽ യോഗമാണ് ചേർന്നത്. കൗൺസിൽ മുമ്പാകെ വന്ന എല്ലാ അജണ്ടകളും പാസാക്കി. വീണ്ടും അടുത്തതായിട്ട് നമ്മുടെ ടൗൺ ഹാളിൻ്റെ താഴെ തണലിടം പ്രൊജക്റ്റ് ഞങ്ങളുടെ ഒരു അഭിമാന നിമിഷമാണത്. നാളെ അതിനെ തറക്കല്ലിടാൻ പോകുന്നു. അതുപോലെ തന്നെ വനിതാ വിപണന കേന്ദ്രം, അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വിപണന കേന്ദ്രം തുടങ്ങുന്നത്. അതും ഉടനെ തന്നെ ആരംഭിക്കാനുള്ള ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് ഈ കേരളത്തിലെ തന്നെ ഒന്നാമത്തേതാണ് AC മെയിൻ സ്റ്റാൾ. അത് AC വർക്കൗട്ട് കൂടിയാണ് നമുക്ക് ചെയ്യാനായിട്ട് അതിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാണെങ്കിലും ഉടനെ തന്നെ നടക്കും. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നവീകരിച്ച ടൗൺ ഹാള്, അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് നന്മ ചെയ്യാനും അവർക്ക് അവരുടെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിക്ക് വാടക വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഇതാണ് നമ്മൾ അതിനകത്ത് കണ്ടേക്കുന്നത്. അതുപോലെ തന്നെ അർബൻ PHC വാഴവരയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ എല്ലാ പ്രദേശത്തും നിന്നുള്ള ആൾക്കാരും അതോടൊപ്പം തന്നെ തൊട്ട് അടുത്തുള്ള പഞ്ചായത്തിലെ ആൾക്കാരും അവിടെ ചെല്ലുന്നതാണ്. അവിടെ ഡോക്ടർമാരുടെ സേവനം ഇപ്പോഴും ഉണ്ട്. അത് നമുക്ക് നവീകരിച്ച് നല്ല രീതിയിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിക്ക് ഡയാലിസിസ് സെൻറ്റർ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സോളാർ ലൈറ്റ്, അത് എല്ലാ പ്രദേശത്തും തന്നെ നമ്മുടെ നഗരസഭയുടെ സോളാർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് താലൂക്ക് ആശുപത്രിക്ക് പോസ്റ്റ്മോർട്ടത്തിന് ഒരു വെയിറ്റിംഗ് ഏരിയ ഇല്ലായിരുന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരാൾ മരിച്ച് തലേദിവസം വന്നാൽ അവിടെ നമുക്ക് വെക്കാനുള്ള മോർച്ചറി സൗകര്യം അല്ലെങ്കിൽ ഫ്രീസർ സൗകര്യമില്ല, അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഉടനെ തന്നെ അത് വാങ്ങിക്കുന്നതാണ്. പിന്നെ കാർഷിക മേഖലയിൽ നമ്മളിവിടെ ഇരുന്ന ആ ഒരു നിമിഷം മുതൽക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കാർഷിക മേഖലയ്ക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിന് അത് 350 കോടിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതും നമ്മളാലാകുന്നത് അത് ഞങ്ങളുടെ 3.5 കോടിയാണ്. അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. അത് ഒത്തൊരുമിച്ചുള്ള ഭരണസമിതി അതോടൊപ്പം തന്നെ ദൈവത്തിന് നന്ദി പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കിട്ടിയ സമയം കൊണ്ട് ഇത്രയും കാലം ചെയ്യാൻ സാധിച്ച് ദൈവത്തിന് 1000 നന്ദി പറയുന്നത്. കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന മുഴുവൻ വാർഡുകളിലും വികസനം എത്തിക്കാൻ കഴിയുന്ന ചാരിതാർത്ഥ്യമാണ് മുന്നണിയിലുള്ളതെന്ന് ഭരണസമിതി വ്യക്തമാക്കി. താലൂക്ക് ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സ്ഥലം വാങ്ങാൻ കഴിഞ്ഞതും ക്യാൻസർ നിർണയ കേന്ദ്രം പാറക്കടവിൽ ആരംഭിച്ചതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താണ് ഭരണസമിതി മുൻപോട്ട് പോകുന്നതെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. റോഡ് വികസന രംഗത്ത് 8,90 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ മേഖലയിലും കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ വളരെയധികം കട്ടപ്പന നഗരസഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ തീവ്രമായ ഒരു ശ്രമം ഈ ഭരണസമിതി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല. കാർഷിക മേഖലയ്ക്ക് എത്രയോ അധികം രൂപ, കോടിക്കണക്കിന് രൂപ നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ ക്ഷീരമേളയിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അവാർഡ് വാങ്ങിച്ച അവാർഡ് നിങ്ങൾ കണ്ടു. ക്ഷീരമേഖലയിൽ ഏറ്റവും കൂടുതൽ തുക വിനിയോഗിച്ചിരിക്കുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയാണ്. നമുക്കറിയാം, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പശു വളർത്തൽ അത്ര ഇപ്പോൾ കരുണാകരം പഞ്ചായത്ത് പോലെയോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങൾ പോലെയോ ഉള്ള സ്ഥലമല്ല എങ്കിൽ കൂടി ക്ഷീരമേഖലയ്ക്ക് ഇത്ര അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച ഭരണസമിതി ഉണ്ടായിട്ടില്ല. ഓൾ ഇന്ത്യ ബേസിൽ 343 സ്ഥാനത്തെത്തി എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം 2000 കിടന്നിടത്തുന്ന 343 റാങ്കിങ്ങിലേക്ക് കട്ടപ്പന നഗരസഭ എത്തി എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചേറെ അഭിമാനകരമായ കാര്യമാണ്. ഭരണസമിതിയുടെ അവസാനത്തെ കൗൺസിൽ യോഗമാണ് ചേർന്നത്. ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിന് പുതുതായി അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് ജെബി മേത്തർ MPയും തൃക്കാക്കര MLA ഉമാ തോമസും സംയുക്തമായി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിന് രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ജെബി മേത്തർ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 23 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫാണ് നടന്നത്. ജെബി മേത്തർ MPയും തൃക്കാക്കര MLAയുമായ ഉമാ തോമസും സംയുക്തമായി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. യാത്രാക്ലേശത്താൽ വലിയുന്ന ഉപ്പുതൊട്ടിലെ കുട്ടികൾക്ക് ബസ് അനുവദിച്ചത് PTയോടുള്ള കടപ്പാടും ഉമാ തോമസ് MLAയുടെയും ഡിൻ കുര്യാക്കോസ് MPയുടെയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെയും അഭ്യർത്ഥന മാനിച്ചാണെന്നും ജെബി മേത്തർ MP പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞാലും
ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നവർ, ജനങ്ങളുടെ മനസ്സ് വായിച്ച് ജനിച്ച മണ്ണിനു വേണ്ടി പോരാടിയവർ, നല്ലതും ചീത്തയും വേർതിരിയുന്ന വഴികൾ തിരിച്ചറിയുന്നവർ, കൈപിടിച്ച് ഒരുപാട് പേരെ ഉയർത്തിയവർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉജ്ജ്വല പ്രാസംഗികൻ, പ്രഭാഷകൻ, മനുഷ്യസ്നേഹി, പ്രകൃതി സ്നേഹി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന PT തോമസിന്റെ ജന്മനാടായ PT ചേട്ടന്റെ ജന്മനാടായ ഈ ഉപ്പുതോടിലെ സെന്റ് ജോസഫ് സ്കൂളിൽ PT ഒരു ഓർമ്മ നിലനിർത്താൻ കഴിഞ്ഞതിന് കാരണക്കാരിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ഒരു വികാര നിർഭരമായ ഒരു മുഹൂർത്തമായി തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ ഒരുപാട് ഫണ്ടുകൾ എല്ലാ MP-മാരെയും പോലെ ഞാനും പല പല സ്ഥലങ്ങളിലൊക്കെ ഓരോ ആവശ്യങ്ങൾ അനുസരിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ 2022 ഏപ്രിലിൽ MP ആയതാണ്. ഇത്രയും ഒരു ഇമോഷണലായ ഒരു വികാരം ഉളവാക്കുന്ന ഒരു MP ഫണ്ട് കൊടുത്തതായി എനിക്ക് വേറെ ഒന്നിനെ കുറിച്ചും പറയാനില്ല. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് നെച്ചിക്കാട്ട് അധ്യക്ഷനായിരുന്നു. പൊതുയോഗം ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. ജെബി മേത്തർ MP താക്കോൽ കൈമാറ്റവും ഉമാ തോമസ് MLA മുഖ്യപ്രഭാഷണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രജിനി ടോമി, ഡെന്നി ബെന്നി, മിനി ഷാജി, PTA പ്രസിഡന്റ് ജിജി അഴകത്ത, ഹെഡ്മാസ്റ്റർ ജോയ്ച്ചിൻ ജോസഫ്, ജെസി വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചാർ ലബക്കടയിൽ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ സമാപന സമ്മേളനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഭാരവാഹികൾക്ക് വേണ്ടിയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് നിർവഹിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി സാജു പട്ടരമഠം, ട്രഷറർ CK അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ആപത്തിൽ നമ്മൾ കൂടെയുണ്ട് എന്ന് അവരോട് ഒന്ന് പറയുകയാണ് ഇതിന്റെ ലക്ഷ്യം. പേടിക്കൊന്നും വേണ്ട, എന്ത് ആപത്ത് സംഭവിച്ചാലും നമ്മളുണ്ട്. അതിൽ 1-2 യൂണിറ്റുകളിൽ 10,000 രൂപ വീതം പ്രാഥമിക സഹായം ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. യൂണിറ്റിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള സമഗ്രമായ നിർദ്ദേശങ്ങളും നടപ്പിലാക്കേണ്ട കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവർ ആദ്യ അവസാനം ക്യാമ്പിൽ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറിമാരായ ഷാജി കാഞ്ഞമല, ജോസ് കുഴികണ്ടം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലത്തിലെ 37 യൂണിറ്റുകളിൽ നിന്നായി 100ഓളം അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ 100 മീറ്ററിൽ റെക്കോർഡ് നേടിയ ദേവപ്രിയയ്ക്ക് ക്യാഷ് അവാർഡും നൽകി. ഇതോടൊപ്പം ഹൈജമ്പിൽ സംസ്ഥാനതലത്തിൽ 5ാം സ്ഥാനം നേടിയ ദേവനന്ദിനിയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ഭരണഭാഷാ വാരാചരണത്തിന്റെ ഭാഗമായി മുരിക്കാശ്ശേരി ജനമൈത്രി പോലീസ് മലയാള ഭാഷാ പണ്ഡിതനും റിട്ടയർഡ് അധ്യാപകനുമായ ബേബി ജോർജിനെ ആദരിച്ചു. സബ് ഇൻസ്പെക്ടർ KD മണിയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തെ വീട്ടിലെത്തി ആദരിച്ചത്. നവംബർ 1 മുതൽ 7 വരെ ഭരണഭാഷാ വാരമായി സംസ്ഥാനത്ത് ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് മുരിക്കാശ്ശേരി പോലീസ് മലയാള ഭാഷാ പണ്ഡിതനും റിട്ടയർഡ് അധ്യാപകനുമായ ബേബി ജോർജിനെ ആദരിച്ചത്. നമ്മുടെ മാതൃഭാഷയെ മറക്കുന്നത് സ്വന്തം അസ്തിത്വം തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്നും രണ്ടാമതൊരു അമ്മയാണ് നമ്മുടെ മാതൃഭാഷയെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ മാധ്യമങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ ഉണ്ട്. അതിനെ ഗുണപരമായി നമുക്ക് പ്രയോജനപ്പെടുത്താം, നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപകരിക്കാം. പക്ഷേ നമ്മൾ മലയാള ഭാഷയെ മറക്കുന്നത് അഥവാ മാതൃഭാഷയെ മറക്കുന്നത് സ്വന്തം അസ്തിത്വം തള്ളിക്കളയുന്നതിന് തുല്യമാണ്. അമ്മ തന്നെയാണ് മാതൃഭാഷ, രണ്ടാമതൊരു അമ്മയാണ് എന്നാണ് വള്ളത്തോൾ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് നമ്മളെ പാല് തന്ന് വളർത്തുന്നുവെങ്കിൽ നമുക്ക് അക്ഷരം തന്ന് അറിവ് തന്ന് നമ്മളുടെ വായിലേക്ക്, നമ്മുടെ നാവിലേക്ക് ഈ ആദ്യാക്ഷരങ്ങൾ പകർന്നു തരുന്ന അമ്മയാണ്. ആ അമ്മയ്ക്ക് തുല്യമായ സ്ഥാനമാണ് കവികളും പണ്ഡിതന്മാരും എല്ലാവരും മാതൃഭാഷയ്ക്ക് കൊടുക്കുന്നത്. അതിനെ മറന്നുകൊണ്ട് നമ്മൾ പുതിയ ഒരു ജീവിത രീതിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ തന്നെ അത് ഇല്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ മൂല്യങ്ങൾ പരമ്പരാഗതമായി നമുക്ക് പകർന്നു കിട്ടിയ നമ്മുടെ പൂർവീകർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒട്ടേറെ നന്മകൾ അതെല്ലാം നമ്മൾ പകർന്നു പോകുന്നു. മുരിക്കാശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ KD മണിന്റെ നേതൃത്വത്തിൽ SI KV ജോസഫ്, ASI ഷിബിമോൻ, സ്റ്റേഷൻ PRO ഹാജിറ KE, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, ജോമോൻ, വായനശാല പ്രസിഡന്റ് കുട്ടിയച്ചൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അപകട ഭീഷണി കണക്കിലെടുത്ത് റോഡിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ച് കട്ടപ്പന നഗരസഭ. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നെരിയൻപാറയ്ക്കും പ്ലാമൂടിനും മധ്യേ വള്ളക്കടവിന് തിരിയുന്ന ഭാഗത്താണ് നഗരസഭാ കൗൺസിലർ ലീലാമ ബേബിയുടെ നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചത്.
ഇടറോഡിൽ നിന്നും പ്രധാന പാതയിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു കയറുമ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ പതിവായിരുന്നു. അത്യാധുനിക നിലവാരത്തിൽ റോഡ് നിർമ്മിച്ചതോടെ ഇതുവഴി വാഹനങ്ങൾ അമിത വേഗതയിലാണ് കടന്നുപോയിരുന്നത്. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായിരുന്നു. ഇതോടെയാണ് ഇവിടെ കോൺവെക്സ് മിറർ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നത്. ഇവിടെ നമ്മുടെ വള്ളക്കടവിലേക്ക് പോകുന്ന കോട്ടയം റോഡിലുള്ള വഴിയുടെ സമീപത്ത് നിരന്തരമായിട്ടുള്ള അപകടങ്ങളും പലരും അപകടത്തിൽ പെടുകയും കാറുകളും ഓട്ടോറിക്ഷകളൊക്കെ നിരന്തരം അപകടപ്പെടുകയും പോസ്റ്റുകളൊക്കെ തകർന്നു വീഴുകയും അതുപോലെ റോഡ് അപകടം മൂലം ഒത്തിരി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത നിരന്തരമായിട്ട് സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ MSFസിലെ അച്ഛന്മാർ ശ്രീമതി ലീലാമ്മ ബേബിയുമായിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്തിൽ ലീലാമ്മ ബേബിയുടെയൊക്കെ സമ്മർദ്ദത്തിൽ പ്രത്യേകിച്ച് അവരുടെ ഒരു സഹകരണത്തോടുകൂടി ഒരു കോൺവെക്സ് മിറർ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനൊരു സഹായത്തിൻ്റെ ഒരു ഭാഗമായിട്ട് സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടപ്പന നഗരസഭയിൽ നിന്നും പ്രദേശത്തെ കൗൺസിലർ ലീലാമ്മ ബേബിയുടെ നേതൃത്വത്തിൽ ഫണ്ട് കണ്ടെത്തി കോൺവെക്സ് മിറർ സ്ഥാപിച്ചത്. നിരന്തരമായ അപകടങ്ങളാണ് ഇവിടെ ഉള്ളത്. പോസ്റ്റ് ഇടിച്ച് തെറിപ്പിക്കുന്ന അടക്കം നിരവധി ആളുകൾക്ക് അപകടം ഉണ്ടായ ഒരു വാഹനങ്ങൾ അതിവേഗം കടന്നു പോകുന്ന ഒരു ഹൈവേയുടെ ഭാഗമാണിത്. ഇത് ലഭിച്ചതിന് ഇത് നൽകിയതിന് സാറിനോടുള്ള ഹെരീസ് ജ്വല്ലറി ഓണർ ശ്രീ സാജൻ ജോർജ് സാറിനോടുള്ള നന്ദി രേഖപ്പെടുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫാദേഴ്സ് നിരവധി തവണ ഇങ്ങനെ പറയുകയും അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും ഈ തരുണത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്നു. കോൺവെക്സ് മിറർ സ്ഥാപിച്ചതോടെ ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. പുതുതായി പണി കഴിപ്പിച്ച കൊന്നത്തടി ചതുരക്കള്ളിപ്പാറ 27 നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP മൽക്ക അധ്യക്ഷനായിരുന്നു. മുക്കുടം വാർഡംഗം PK ഉണ്ണികൃഷ്ണൻ, അങ്കണവാടി സൂപ്പർവൈസർ അലീഷ അഷ്റഫ്, തൊഴിലുറപ്പ് AE ആരിമോൾ PV, തൊഴിലുറപ്പ് ഓവർസിയർ മിഥു ഗോപി, മുക്കുടം SNDP യൂണിയൻ പ്രസിഡന്റ് AR സദാശിവൻ, പോൾ കോപ്പുഴ, അങ്കണവാടി വർക്കർ നിഷ S തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം രാജാക്കാട് കള്ളിമാലി ശാഖായോഗത്തിന്റെ കുടുംബസംഗമവും ഭവനരഹിതരായവർക്ക് നിർമ്മിച്ചു നൽകുന്ന ഗുരുഭവനത്തിന്റെ പ്രഖ്യാപനവും നടന്നു. കള്ളിമാലി SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. SNDP രാജാക്കാട് യൂണിയന് കീഴിൽ വരുന്ന 1405 നമ്പർ കള്ളിമാലി ശാഖായോഗത്തിന്റെ കുടുംബസംഗമവും ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ഗുരുഭവനത്തിന്റെ പ്രഖ്യാപനവുമാണ് നടന്നത്. രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ സന്തോഷകരമാണ്. ഭവനരഹിതനായ ഒരു സഹോദരന് ഒരു ഭവനം നിർമ്മിച്ചു നൽകുവാൻ ഉള്ള ആ വലിയ മനസ്സിനെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും അത് അധികമാകില്ല. യൂണിയൻ സെക്രട്ടറി ലതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ കൗൺസിലർ IB പ്രഭാകരൻ, ശാഖാ പ്രസിഡന്റ് ബെൻസോയ് മാധവൻ, വൈസ് പ്രസിഡന്റ് TG ഷാജി, ശാഖാ സെക്രട്ടറി ഗീതാ പ്രസാദ്, ബ്ലോക്ക് മെമ്പർ കിങ്ങിണി രാജേന്ദ്രൻ, പൊന്നുണ്ണി വെട്ടുകല്ലുമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉടൻ നിർമ്മാണം ആരംഭിക്കുന്ന ഗുരുഭവനം 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച താക്കോൽ കൈമാറും. ശാഖായോഗത്തിന് കീഴിലെ ഏറ്റവും നിർധന കുടുംബമായ അനിൽ കല്ലേപ്പിള്ളിക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. തോപ്രാങ്കുടി സെന്റ് മരിയ ഗൊരേത്തി ദേവാലയത്തിൽ മിഷൻ ഞായർ ആഘോഷം നടന്നു. വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ മിഷൻ ഫിയസ്റ്റ 2K25 എന്ന പേരിൽ നടത്തിയ ആഘോഷ പരിപാടികൾ ഇടവക വികാരി ഫാദർ മാത്യു പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സൺഡേ സ്കൂൾ, മിഷൻ ലീഗ്, യുവദീപ്തി മുതലായ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായും ഭവന നിർമ്മാണ പദ്ധതിക്കായുമുള്ള ധനസമാഹരണം ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫുഡ് ഫെസ്റ്റ്, എക്സിബിഷനുകൾ, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, മിഷൻ ട്രീ, ഫുട്ബോൾ മത്സരം, വിവിധ ഗെയിംസുകൾ എന്നിവ മിഷൻ ഫിയസ്റ്റയുടെ ഭാഗമായി നടത്തി. ആഘോഷ പരിപാടികൾ ഇടവക വികാരി ഫാദർ മാത്യു പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തോപ്രാങ്കുടി മരിയ ഗൊരേത്തി പള്ളിയുടെ നേതൃത്വത്തിലുള്ള മിഷൻ സൺഡേ ആചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് മിഷൻ സൺഡേ സെലിബ്രേഷൻ കുട്ടികൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ പാരിഷ് ഹാളിൽ മുഴുവൻ വിവിധ തരത്തിലുള്ള ഹോട്ടലുകൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ആളുകൾക്ക് വന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച് സന്തോഷത്തോടു കൂടി മടങ്ങി പോകാനുള്ള അവസരം. അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിൽ വലിയൊരു എക്സിബിഷൻ തയ്യാറാക്കിയിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് പഴയ സാധനങ്ങൾ കാണാൻ, പഴമയെ ഓർമ്മപ്പെടുത്തുന്ന പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ കാണാനും അവയെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം
കുട്ടികൾക്ക് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ പ്രോ ലൈഫ് അബോർഷനെതിരെയുള്ള ഭ്രൂണഹത്യക്ക് എതിരെയുള്ള സന്ദേശം നൽകുന്ന വലിയൊരു പ്രോ ലൈഫ് എക്സിബിഷൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ സെന്റ് ജോൺസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ അവരുടെ 5 ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തപ്പെടുകയാണ്. ഇതെല്ലാം സൗജന്യമായിട്ടാണ് നടത്തപ്പെടുന്നത്. എല്ലാവരും ഏറ്റവും കൃത്യമായിട്ട് ഈ മിഷൻ ഫിയസ്ത 2K25 ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അസിസ്റ്റന്റ് വികാരി ഫാദർ ഐബിൻ കാരിശ്ശേരിൽ അധ്യക്ഷനായിരുന്നു. കൈക്കാരന്മാരായ ബിജു ചേന്നംകുളം, ജോസ് അറക്കൽ, മിഥുൻ ഈന്തുങ്കൽ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ നോബിൾ വലിയമറ്റം, സിജോ മുതുപ്ലാക്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാഞ്ചാർ ലബകട JPM BEd കോളേജിൽ 2025-26 വർഷത്തെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം നടന്നു. ധ്രുവ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. കലാലയത്തിന്റെയും വിദ്യാർത്ഥികളുടെയും സമഗ്രമായ ഉന്നമനമായിരിക്കണം യൂണിയന്റെ ലക്ഷ്യമെന്ന ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. അതിനൊക്കെ ഏറ്റവും നല്ല വിധത്തിൽ അടിസ്ഥാനമൊരുക്കിയ ആ ഒരു കാലഘട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കോളേജുകൾ, പൊതുവിൽ വിദ്യാലയങ്ങൾ ജനാധിപത്യത്തിൻ്റെ പരിശീലന കളരികൾ ആകേണ്ടത് ഏത് തലത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വെച്ച് ഡീൻ കുര്യാക്കോസ് MPയെ ആദരിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് ഹരിലാൽ CS, വൈസ് ചെയർപേഴ്സണായി അഞ്ജിത ജോയി, യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് റെനോയ് തോമസ് എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു. BEd കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S. റോബർട്ട് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് ബർസാർ ഫാദർ ചാൾസ് തോപ്പിൽ, ലാലു PD തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വയറിംഗ്, പ്ലംബിംഗ് മേഖലകളിൽ 20 വർഷമായി പ്രവർത്തിച്ചു വരുന്ന SR ഇലക്ട്രിക്കൽസിന്റെ പുതിയ ഓഫീസും നക്ഷത്ര ബ്യൂട്ടി പാർലറും ഇരട്ടയാറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷിക്കാം. ഇരട്ടയാറിനെ സംബന്ധിച്ച് ഇരട്ടയാർ എന്നും പുരോഗതിയിലോട്ട് കടന്നു പോകുന്ന സമയത്ത് ഒരു പുതിയൊരു സ്ഥാപനം കൂടി ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, സിജു ചേട്ടനെ സംബന്ധിച്ച് ഇവിടെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. വളരെ കഷ്ടപ്പാടിൽ നിന്ന് വളരെ നല്ല പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് ഇലക്ട്രിക്കൽ രംഗത്ത് ഏറ്റവും നല്ല മികവ് തെളിയിച്ച് ഈ പ്രദേശങ്ങളിലെല്ലാം അറിയപ്പെടുന്ന ഒരാളായി മാറുന്ന ഒരു വ്യക്തി കൂടിയാണ് സിജു ചേട്ടൻ. അതോടൊപ്പം സിജു ചേട്ടൻ്റെ വൈഫ് കൂടി ഇന്ന് ഭാര്യയും ഭർത്താവും ഒരു സംരംഭം തുടങ്ങുന്നു. 2 സംരംഭം ഒരുമിച്ച്, ഒരു സൈഡിൽ ഭർത്താവും ഒരു സൈഡിൽ ഭാര്യ ബ്യൂട്ടി പാർലർ ഒരു സംരംഭം തുടങ്ങുകയും മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ടാണ് ഈ ദമ്പതികൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. അതുപോലെ ഏതൊരു പ്രസ്ഥാനവും വരുന്നത് ആ നാടിന് തീർച്ചയായും ഗുണകരമാണ്. ഒരു പ്രദേശത്തിൻ്റെ ഒരു ഡെവലപ്മെൻ്റാണ് ഓരോ സ്ഥാപനങ്ങളും വരിക എന്നുള്ളത്. കഠിനാധ്വാനം ചെയ്യുന്നതോടൊപ്പം എപ്പോഴും ജഗദീശ്വരൻ ഉണ്ടാവും എന്നതൊരു പരമസത്യമാണ്. സിജുവിനെ സംബന്ധിച്ച് ചെറുപ്പകാലം തൊട്ടേ സമയം വെറുതെ പാഴാക്കി കളയാതെ കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെയും ഈ സ്ഥാപനം അത് വൻ വിജയമായി മാറും. ഇരട്ടിയാർ ബസ് സ്റ്റാൻഡിന് എതിർവശത്താണ് സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. റാക്കോൾഡ് കമ്പനിയുടെ ഹീറ്റ് പമ്പിന്റെയും വാട്ടർ ഹീറ്ററിന്റെയും വെസ്പ പ്രഷർ പമ്പിന്റെയും ഡീലർഷിപ്പും കൂടാതെ വാരി സോളാർ പവർ സിസ്റ്റം യൂണിറ്റും ആമറോൺ ഇൻവെർട്ടർ, UPS, ബാറ്ററികൾ തുടങ്ങിയവയും ഉത്തരവാദിത്തത്തോടെയാണ് SR ഇലക്ട്രിക്കൽസിൽ നിന്നും ലഭ്യമാക്കുന്നത്. ഒരേ സമയം വിദഗ്ധരായ 20ഓളം തൊഴിലാളികളുടെ സേവനങ്ങളാണ് SR ഇലക്ട്രിക്കൽസിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ടൈലറിംഗ് ജോലികൾക്കായി വിദഗ്ധരായ ബ്യൂട്ടീഷ്യന്മാരുടെ സേവനവും നക്ഷത്ര ബ്യൂട്ടി പാർലറിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ 20 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ പുതിയ സംരംഭമായിട്ട് ഞങ്ങൾ ഒരു പുതിയ ഓഫീസിൽ നമ്മൾ സോളാർ പവർ സിസ്റ്റം ഓൺ ഗ്രിഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ റാക്കോൾ ഹീറ്റ് പമ്പ്, ഇപ്പോൾ നമ്മൾ കറണ്ട് കണക്ഷൻ കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള റാക്കോളിൻ്റെ ഹീറ്റ് പമ്പ്, റാക്കോൾ സോളാർ വാട്ടർ ഹീറ്റർ അതുപോലെയുള്ള സാധനങ്ങൾ ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ റിനോവേഷൻ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നമുക്ക് ഒരു ഡ്രോയിങ്ങുകൾ, ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ വ്യക്തമായ ഡ്രോയിങ്ങുകൾ എല്ലാ കസ്റ്റമർക്ക് കൊടുക്കാതെ രീതിയിൽ ഞങ്ങൾ നമ്മുടെ വർക്കുകളും മറ്റുള്ള വർക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഡ്രോയിങ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പുതിയ സംരംഭമായ നക്ഷത്ര ബ്യൂട്ടി പാർലർ ടൈലറിംഗ് എന്ന സ്ഥാപനം കൂടെ ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയുണ്ടായി. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസൺ വർക്കി, SNDP തുളസിപ്പാറ ശാഖായോഗം സെക്രട്ടറി രാജീവ് TK, മാനേജിംഗ് പാർട്ണർമാരായ സിജു രവി, കുക്കു രവി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആദിരാവിൻ്റെ അനാദിപ്രകൃതിയിൽ ആരംഭമിട്ടോർ അസംസ്കൃത ചിന്തയിൽ അയ്യപ്പ പണിക്കർ രചിച്ച അഗ്നിപൂജയുടെ വരികൾ അത്ര കണ്ട ആർദ്രതയോടെ സ്ഫുടതയോടെ മുന്നിട്ടൂടു പാടി. സന്താളി ഭാഷക്കാരിയായി ജനിച്ച ഒരു കുഞ്ഞ് പോറ്റമ്മയായ മലയാളത്തിന് അർപ്പിച്ച ഹൃദയപൂജയുടെ വിശേഷങ്ങൾ കാണാം. ശ്രീ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ. ആദിരാവിൻ്റെ അനാദിപ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നിനി. അസം സ്വദേശിനിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി മുന്നിറ്റുടു ഇന്ന് ഇടുക്കിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. സന്താളി ഭാഷക്കാരിയായ മുന്നിയുടെ ജീവിതം അസമിൽ നിന്ന് ദൂരെയായി ഇടുക്കിയുടെ മലനിരകളിൽ പുതിയ അർത്ഥം കണ്ടെത്തിയതാണ്. അമ്മ ഊർമിള ജോലി തേടി മക്കളുമായി ചേരിയാറിലെത്തിയപ്പോൾ ജീവിതം പ്രതിസന്ധികളിലായിരുന്നു. അപ്പോഴാണ് ഉട്ട്യോപ്യ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന NGOയിലെ അംഗമായ രാജകുമാരി NSS കോളേജിലെ മലയാളം അധ്യാപികയായ ബിൻസി എൽദോ ഇവരെ ശ്രദ്ധിച്ചത്. ബിൻസി ടീച്ചർ മുന്നിയെയും സഹോദരി സോണിയെയും സ്വന്തം മക്കളെ പോലെ ചേർത്ത് വളർത്തി. നമ്മൾ ഉട്ടോപ്യ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഞങ്ങളുടെ NGO അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സേനാപതി മാർബേസിൽ LP സ്കൂളിൽ എല്ലായ്പ്പോഴും ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു മത്സരകാലത്ത് മോളുടെ കൂടെ, എൻ്റെ ഇളയ മോളുടെ കൂടെ ഗ്രൂപ്പ് സോങ് പാടുന്ന മുന്നിറ്റുടു എന്ന് പറയുന്ന ആസാമി കുട്ടിയെ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പിൽ വളരെ നന്നായി നല്ല മലയാളത്തിൽ തന്നെ അവൾ ആ പാട്ട് പാടുകയും അവർ ഒരുമിച്ച് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ മൈഗ്രന്റ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുട്ടികളെ പലപ്പോഴും പല കാര്യങ്ങളിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു ആ വർഷത്തെ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് മുന്നിയായിരുന്നു ആ സ്കൂളിൽ. അപ്പോൾ ആ വർഷം കഴിയണ സമയത്താണ് അവിടുത്തെ സ്കൂളിലെ ഇവരുടെ മുന്നിയുടെയൊക്കെ സ്കൂൾ ബസ് ഓടിച്ചിരുന്ന ചേട്ടൻ വിളിച്ചിട്ട് പറയണത്, മോളുടെയൊക്കെ അച്ഛൻ അവിടെ ജോലിയില്ല, അവർ തിരികെ എങ്ങോട്ടെങ്കിലും പോകണം, ടീച്ചർക്ക് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇവരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ശരിക്കും സോണിയും മുന്നിയും എന്ന് പറയുന്ന ഈ രണ്ട് കുട്ടികളുടെയും അവരുടെ ടാലൻസ് കണ്ടിട്ട് തന്നെയാണ് അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണമെന്നൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ അവരെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അങ്ങനെ ഇവരുടെ അമ്മയ്ക്ക് ഇവിടെ ജോലിയാക്കി കൊടുത്തു. അതിനുശേഷം ഇവർ ഞങ്ങളുടെ കൂടെ ഉട്ടോപ്യയുടെ മക്കളായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. മലയാളം അറിയാത്ത മുന്നിക്ക് പുതിയ ഭാഷയെ സ്നേഹത്തോടെ പഠിക്കാൻ ടീച്ചർ പ്രോത്സാഹനം നൽകി. കുറച്ചു നാളുകൾക്കുള്ളിൽ അവൾ മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും തുടങ്ങി. അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജയിലെ വരികൾ ഹൃദയസ്പർശിയായി പാടിയപ്പോൾ അത് ഒരു വിദ്യാർത്ഥിനിയുടെ കവിത ആലാപനം മാത്രമായിരുന്നില്ല, മലയാളത്തിന്റെ ആത്മാവിനെ ഏറ്റെടുത്ത ഒരു ഹൃദയ പൂജയായിരുന്നു. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും നിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തലഞ്ഞു, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേന്നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഉട്ടോപ്യയിൽ വന്നപ്പോൾ ബെൻസിമ കുറേ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ വരുന്നതിന് മുമ്പും ചൊല്ലുമായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. അവരും കുറേ പഠിപ്പിച്ചു. ഉറുദു പദ്യം ചൊല്ലലൊക്കെ ബിനോയ് സാറാണ് പഠിപ്പിച്ചത്. സാർ ഭയങ്കര എന്താ പറയുക സപ്പോർട്ടായിരുന്നു. സാറിന് എല്ലാം എടുത്തു തന്നത്. പിന്നെ തിരുവാതിരയൊക്കെ ഞങ്ങൾ കളിച്ചായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചറാണ്, ദീപ ടീച്ചറാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. പാട്ടൊക്കെ ഞാനാണ് പാടിയത്. പിന്നെ കളിക്കാർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിമാലി ഉപജില്ലാ കലോത്സവത്തിൽ മുന്നി 3 ഭാഷകളിൽ 5 ഇനങ്ങളിൽ A ഗ്രേഡ് നേടി. മലയാളം കവിത ആലാപനം, ഉറുദു പദ്യം ചൊല്ലൽ, ഹിന്ദി കഥാരചന, തിരുവാതിരപ്പാട്ട്, ഉറുദു സംഘഗാനം എന്നിവയിലായിരുന്നു അവളുടെ മികവ്. ഇതോടൊപ്പം സോഫ്റ്റ് ബോളിൽ സംസ്ഥാന തലത്തിൽ മത്സരിച്ച ദേശീയ ടീമിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്കും മുന്നേറി.
ലോങ് ജമ്പ്, 100 മീറ്റർ, 400 മീറ്റർ ഓട്ടം എന്നിവയിലും മെഡലുകൾ നേടി. കള്ളിയങ്കാട്ടെ കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു. മലവേടക്കിടാത്തിയുടെ കല്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു. കള്ളിയങ്കാട്ടെ കറുമ്പിനി കവിതയുടെ മുന്നിലുരിയാടുക സമസ്തം. കലാത്മകതയോടൊപ്പം ചെണ്ടമേളം അഭ്യസിച്ച തമിഴ്നാട് ഉൾപ്പെടെ നിരവധി വേദികളിൽ പ്രകടനം കാഴ്ചവെച്ച മുന്നേ കൈത്തൊഴിലിൽ ബാഗുകളും അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച പഠന ചെലവ് കണ്ടെത്തുന്നു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഈ മിടുക്കി മലയാളത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ അസം സ്വദേശിനിയാണ്. അവളുടെ ജീവിതം ഭാഷയെ മറികടന്ന സ്വപ്നങ്ങളിലേക്ക് കുതിക്കുന്ന പ്രതീക്ഷയുടെ പ്രചോദന കഥയാണ്. മലയോരം മണ്ണും വാരി പുലരോളം കുയിലും പാടി, മലയോരം മണ്ണും വാരി പുലരോളം കുയിലും പാടി, പാടി പാടി നടന്ന പാട്ടെല്ലാം കൂട്ടിനുമെത്തി, പാടി പാടി നടന്ന പാട്ടെല്ലാം കൂട്ടിനുമെത്തി. രാവോളം പുലരോളം വാനോളം കഥകൾ മാത്രം, രാവോളം പുലരോളം വാനോളം കഥകൾ മാത്രം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. അകലോട്ട് 179, വിൽപ്പനയ്ക്ക് വന്നത് 39,536, വിൽപ്പന നടന്നത് 39,307, കൂടിയ വില 2,820, ശരാശരി വില 2,440. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 680 രൂപ, ഏലം കൂടിയ വില 2,500, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 440, ഗ്രാമ്പു 830, കൊക്കോ 90, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 11,290 രൂപ, വെള്ളി 168. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തതിന് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയെന്ന മുംബൈ സ്വദേശിനിയുടെ പരാതിയിൽ 2 പേർ അറസ്റ്റിൽ. പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ നടപടി മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ASI സാജു പൗലോസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവർക്കെതിരെ. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി. ഇത്തരം മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് കണ്ടതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും ജോർജ് കുര്യൻ. തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം തുടങ്ങി. PM ശ്രീ സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന 85 വിദ്യാലയങ്ങളിൽ തൊടുപുഴയിലേത് കേരളത്തിന് അനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയം. സ്കൂളിന്റെ പ്രവർത്തനോദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ജില്ലയിൽ ഒരു വൻകിട വികസനവും നടപ്പാക്കാൻ കഴിയാത്ത LDF സർക്കാർ സത്രം എയർ സ്ട്രിപ്പ് പദ്ധതി ആസൂത്രിതമായി ഇല്ലാതാക്കുന്നതിന്റെ തെളിവുകൾ പുറത്തുവരുന്നതായി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ഇതിനുവേണ്ടി യാതൊരു പഠനവും നടത്താതെ 2017 സെപ്റ്റംബർ 17 വള്ളക്കടവ് റിസർവിന്റെ കരട് വിജ്ഞാപനം ഇറക്കി.
ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിച്ച് മലയോര ജനതയെ വഞ്ചിക്കുന്ന LDF സർക്കാരിന്റെ നീക്കം വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതായും ബിജോ മാണി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.